പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഇന്നത്തെ സുവിശേഷത്തിൽ, യോഹന്നാന്റെ സുവിശേഷത്തിൽ ഒരു ശാന്തമായ സത്യമുണ്ട്. സങ്കീർണമായ ഒരു പഠിപ്പിക്കൽ യേശു നമുക്ക് നൽകുന്നില്ല. അവൻ നമുക്ക് ഒരു ചിത്രം നൽകുന്നു. ഞാൻ മുന്തിരിവള്ളിയാണ്, നിങ്ങൾ ശാഖകളാണ്. ഒരു ശാഖ ജീവിക്കാൻ പാടുപെടുന്നില്ല. അത് ഫലം കായ്ക്കാൻ സ്വയം നിർബന്ധിക്കുന്നില്ല. അത് വെറുതെ നിലനിൽക്കുന്നു. ജീവൻ ഒഴുകുന്നു. പക്ഷേ അത് മുറിച്ചുമാറ്റപ്പെട്ടാൽ, അത് കുറച്ചുകാലത്തേക്ക് ജീവനോടെ കാണപ്പെട്ടാലും പതുക്കെ അത് വരണ്ടതും ദുർബലവും നിർജീവവുമായി മാറുന്നു. ഒരുപക്ഷേ ഇന്ന് പല ജീവിതങ്ങളും ഇവിടെയാണ് നിൽക്കുന്നത്. പരസ്യമായി തകർന്നിട്ടില്ല, മറിച്ച് നിശബ്ദമായി വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. നമുക്ക് പല കാര്യങ്ങളുണ്ട്. ജീവിതം നിറഞ്ഞതായി കാണപ്പെടാം. എന്നാൽ ഉള്ളിന്റെ ഉള്ളിൽ എന്തോ ഒന്ന് പിടിച്ചു നിൽക്കുന്നില്ല. അതിനാൽ നമ്മൾ ഈ സത്യം കേൾക്കണം. ക്രിസ്തു കേന്ദ്രത്തിലല്ലെങ്കിൽ ജീവിതം ഇപ്പോഴും നിറഞ്ഞതായി കാണപ്പെടാം, പക്ഷേ അത് ദുർബലമാകും. അവൻ കേന്ദ്രത്തിലായിരിക്കുമ്പോൾ എല്ലാം അതിന്റെ സ്ഥാനം കണ്ടെത്തുന്നു. പഴയ കാലത്ത് മരപ്പണിക്കാർ മരം കൊണ്ട് വീടുകൾ പണിയുമ്പോൾ നിരവധി ബീമുകൾ ഒരുമിച്ച് ചേർത്തിരുന്നു. ഓരോ കഷ്ണത്തിനും അതിൻ്റേതായ പങ്കുണ്ട്. എന്നാൽ എല്ലാം ഒരു ശക്തമായ താങ്ങിനെ ആശ്രയിച്ചിരിക്കുന്നു. നിരവധി ബീമുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു വീട് നിലനിൽക്കുന്നത് ഒരു ശക്തമായ താങ്ങുകൊണ്ടാണ്. ക്രിസ്തു ആ കേന്ദ്രമല്ലെങ്കിൽ നമ്മുടെ ജീവിതം നിർമ്മിച്ചതായി കാണപ്പെട്ടേക്കാം, പക്ഷേ അത് നിലനിൽക്കില്ല. അതിലുപരി ക്രിസ്തു പലരിലും ഒരു ബീം അല്ല, അവൻ മറ്റുള്ളവയെല്ലാം ഒരുമിച്ച് നിർത്തുന്നവനാണ്. എന്നാൽ പതുക്കെ അത് തിരിച്ചറിയാതെ നമ്മൾ മാറുന്നു. നമ്മൾ ശാഖകളായിട്ടല്ല, ഉപഭോക്താക്കളായി ജീവിക്കാൻ തുടങ്ങുന്നു. നമ്മൾ ദൈവത്തിലേക്ക് വരുന്നു, സഹായത്തിനായി, ആശ്വാസത്തിനായി, അനുഗ്രഹങ്ങൾക്കായി. നമുക്ക് ലഭിക്കുന്നു. പക്ഷേ നമ്മൾ നിലനിൽക്കുന്നുണ്ടോ? നമ്മൾ ജീവൻ സ്വീകരിക്കുന്നു, പക്ഷേ നമ്മൾ ഫലം കായ്ക്കുന്നുണ്ടോ? യേശു ഈ മിഥ്യാധാരണയിലേക്ക് വ്യക്തതയോടെ സംസാരിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ നിലനിൽക്കുന്ന ഒന്നും തന്നെയില്ല. വ്യോമയാനത്തിൽ നിന്ന് ഒരു പ്രതിച്ഛായുണ്ട്. ഒരു ഹെലികോപ്റ്ററിന്റെ മധ്യഭാഗത്ത് ഒരു ചെറുതും എന്നാൽ നിർണായകവുമായ ബോട്ടുണ്ട്. എല്ലാം അതിനെ ആശ്രയിച്ചിരിക്കുന്നു. അത് പരാജയപ്പെട്ടാൽ എല്ലാം തകരും. നമ്മുടെ കാര്യത്തിലും അങ്ങനെ തന്നെ. ക്രിസ്തു കേന്ദ്രമല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴും തിരക്കിലായിരിക്കാം, പക്ഷേ നമ്മൾ ഒരുമിച്ച് നിർത്തപ്പെട്ടിട്ടില്ല. കാരണം ചലനം ദിശയ്ക്ക് തുല്യമല്ല. സ്റ്റിയറിംഗ് ഇല്ലാത്ത ഒരു കാർ ഇപ്പോഴും നീങ്ങിയേക്കാം, പക്ഷേ അതിന് ശരിയായ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയില്ല. ക്രിസ്തു കേന്ദ്രത്തിലില്ലാത്ത ഒരു ക്രിസ്ത്യാനി സജീവമായിരിക്കാം, പക്ഷേ ഫലപ്രദമല്ല. പ്രവർത്തനം ജീവിതത്തിന് തുല്യമല്ല. നെറ്റ്വർക്ക് ഇല്ലാത്ത ഒരു ഫോൺ വെറും പ്ലാസ്റ്റിക് കഷണം മാത്രമാണ്. ക്രിസ്തുവുമായി ബന്ധമില്ലാത്ത ഒരു ക്രിസ്ത്യാനി ജീവിതമില്ലാത്ത പ്രവർത്തനം മാത്രമാണ്. അതിനാൽ യേശു നമ്മോട് കൂടുതൽ ചെയ്യാൻ ആവശ്യപ്പെടുന്നില്ല. അവൻ നമ്മോട് തുടരാൻ ആവശ്യപ്പെടുന്നു. അവനിൽ നമ്മുടെ വീടുണ്ടാക്കാൻ, സന്ദർശിക്കാനല്ല, വസിക്കാനാണ്. അവനെ ജീവിതത്തിന്റെ ഒരു ഭാഗമാകാൻ അനുവദിക്കരുത്, എന്നാൽ എല്ലാറ്റിന്റെയും കേന്ദ്രം. കാരണം അപ്പോൾ മാത്രം ക്രിസ്തു നമ്മെ നിലനിർത്തുന്ന കേന്ദ്രവും നമ്മെ നയിക്കുന്ന വഴികാട്ടിയും ആയിരിക്കണം. ഈ അവശേഷിപ്പ് നിഷ്ക്രിയമല്ല. അതിൽ വെട്ടിമാറ്റൽ ഉൾപ്പെടുന്നു. ഉപേക്ഷിക്കൽ. സ്നേഹമല്ലാത്തതിനെ വെട്ടിമാറ്റാൻ അവന്റെ വചനത്തെ അനുവദിക്കുക. എന്നാൽ പതുക്കെ നിശബ്ദമായി എന്തോ ഒന്ന് മാറാൻ തുടങ്ങുന്നു. ജീവിതം വീണ്ടും ഒഴുകുന്നു. അർത്ഥം തിരികെ വരുന്നു. ഫലം പ്രത്യക്ഷപ്പെടുന്നു. ഉച്ചത്തിലല്ല. നിർബന്ധിക്കരുത്, പക്ഷേ യഥാർത്ഥമാണ്. യോഹന്നാന്റെ 1-ാം ലേഖനം നമ്മെ ഓർമ്മിപ്പിക്കുന്നതുപോലെ, നമ്മുടെ സ്നേഹം വെറും വാക്കുകളോ വെറും സംസാരമോ അല്ല, മറിച്ച് യഥാർത്ഥവും സജീവവുമായ ഒന്നായിരിക്കണം. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ലളിതമായ ചോദ്യം അവശേഷിക്കുന്നു. ക്രിസ്തു യഥാർത്ഥത്തിൽ എൻ്റെ ജീവിതത്തിന്റെ കേന്ദ്രമാണോ? കാരണം അവൻ അങ്ങനെയല്ലെങ്കിൽ എല്ലാം നന്നായി കാണപ്പെടാം, പക്ഷേ അത് നിലനിൽക്കില്ല. എന്നാൽ അവൻ അങ്ങനെയാണെങ്കിൽ, നിശബ്ദമായി, അപൂർണമായി പോലും, നമ്മുടെ ജീവിതം ഒരുമിച്ച് നിൽക്കും. അത് ഫലം കായ്ക്കും. ആമേൻ.